കർത്താവിൻ്റെ മഹാസാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കേൾക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന അവസരം, അതിൽ നിന്നുള്ള മന്നായെ സ്വീകരിക്കാൻ, അതിൽ നിന്നുള്ള ജീവാംശത്തെ സ്വീകരിക്കാൻ, അതിലുള്ള ലൈഫിനെ സ്വീകരിക്കാൻ കർത്താവ് തരുന്ന അനുമതി, അത് ആസ്വദിക്കുവാൻ നമ്മുടെ ആത്മാവിന് ലഭിച്ച ഭാഗ്യം, അതിനെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ മഹത്വം കരേറ്റാം. സ്തുത്യനായ ദൈവത്തെ ഞാൻ ഈ സമയം മഹത്വപ്പെടുത്തുന്നു. ആ മഹത്വം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുന്ന് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മനുഷ്യൻ്റെ വീഴ്ച വേഗം സംഭവിക്കുന്നു, അതുപോലെ ഒരു മനുഷ്യൻ്റെ വീണ്ടെടുപ്പും വേഗത്തിൽ സംഭവിക്കുന്നു. ഒരു മനുഷ്യനും ദൈവം അറിയാതെ വീഴുന്നില്ല, ഒരു മനുഷ്യനും ദൈവം അറിയാതെ വീണ്ടെടുക്കപ്പെടുന്നതുമില്ല. ഒരു മനുഷ്യൻ ദൈവം അറിയാതെ വീഴുന്നില്ല, എന്നാൽ ഒരു മനുഷ്യനും ദൈവം അറിയാതെ വീണ്ടെടുക്കപ്പെടുന്നതുമില്ല. ഒരു മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ്റെ ഏതൊരു മേഖലയിൽ നിന്നും അവനെ വീണ്ടെടുത്ത് പുതിയ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യർക്ക് പലതും വീണ്ടെടുക്കാൻ സാധിക്കും. നഷ്ടപ്പെട്ട വസ്തു വീണ്ടെടുക്കാൻ പറ്റും, നഷ്ടപ്പെട്ട ജോലി വീണ്ടെടുക്കാൻ പറ്റും, നഷ്ടപ്പെട്ട സമ്പത്ത് വീണ്ടെടുക്കാൻ പറ്റും, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ വീണ്ടെടുക്കാൻ പറ്റും. പക്ഷേ നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ പോലും ഇന്ന് വരെ വീണ്ടെടുത്ത ചരിത്രമില്ല. നഷ്ടപ്പെട്ടു പോയി എന്ന് എഴുതപ്പെട്ട ഒരു മനുഷ്യനെ, നഷ്ടമായി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഇന്നുവരെ അവൻ്റെ പൂർണ്ണതയിൽ വീണ്ടെടുത്ത ഒരു ചരിത്രം എവിടെയും നമുക്ക് കാണാനായി കഴിയത്തില്ല. എന്നാൽ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. അവിടെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ സാധ്യത പുറത്തു വരുന്നത്. അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ആ കർത്താവിന് നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ അതിൻ്റെ പൂർണ്ണതയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ആ കർത്താവിന് സാധിക്കും എന്ന ചരിത്രങ്ങളും ദൈവത്തിൻ്റെ ജീവൻ്റെ പുസ്തകവും, ദൈവത്തിൻ്റെ പുസ്തകം വിശുദ്ധ ബൈബിളും രേഖപ്പെടുത്തുന്നത് കൊണ്ട് ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഓരോ ദൈവമക്കളോടും പറയുന്നു, ഒരു വീണ്ടെടുപ്പിനുള്ള സാധ്യതയുണ്ട്, ഒരു വീണ്ടെടുപ്പിനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതം വീണ്ടെടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നു. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതം വീണ്ടെടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം വീണ്ടെടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആത്മീയ സന്തോഷവും ജീവിതവും അനുഗ്രഹങ്ങളും വീണ്ടെടുക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. അതിന് തക്കവണ്ണമുള്ള ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുള്ളതുകൊണ്ട്, അതിന് തക്കവണ്ണമുള്ള ഒരു ക്ലൗഡ് നമ്മുടെ മധ്യത്തിലുള്ളതുകൊണ്ട്, അതിന് തക്കവണ്ണമുള്ള വിശുദ്ധ ദൂതന്മാരുടെ പ്രസൻസ് നമ്മുടെ മധ്യത്തിലുള്ളതുകൊണ്ട്, ആമേൻ ആമേൻ ആമേൻ, എല്ലാറ്റിനും മേലായ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നമ്മുടെ മധ്യത്തിലുള്ളതുകൊണ്ട് ഞാൻ ആ സാധ്യത കാണുന്നു. ആ സാധ്യത ഇന്ന് നിങ്ങളെ തേടിയാണ് വരുന്നത്. ആ സാധ്യത ഇന്ന് നിങ്ങളിൽ എന്തോ ഒരു ക്രിയ ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനാമേൻ പറഞ്ഞ് കൈകൊടുക്കാൻ താങ്കൾ തയ്യാറായാൽ ഒരു വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്യും. മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. മനുഷ്യനെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചത് നിൽക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ്. അവൻ നിൽക്കണം. അവൻ എങ്ങനെ നിൽക്കണം? അവൻ ദൈവത്തെ പോലെ നിൽക്കണം. അവൻ എങ്ങനെ പ്രവർത്തിക്കണം? അവൻ ദൈവത്തെ പോലെ പ്രവർത്തിക്കണം. അവൻ എങ്ങനെ സംസാരിക്കണം? അവൻ ദൈവത്തെ പോലെ സംസാരിക്കണം. അവൻ എങ്ങനെ ആക്ട് ചെയ്യണം? അവൻ ദൈവത്തെ പോലെ ആക്ട് ചെയ്യണം. അവൻ എങ്ങനെ ജീവിക്കണം? ദൈവത്തെ പോലെ ജീവിക്കണം. അതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചു എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ദൈവം എന്തിന് മനുഷ്യനെ സൃഷ്ടിച്ചു? നിൽക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. ഏറ്റവും കൂടുതൽ നമ്മളിന്ന് കേൾക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എന്നെയും കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള വാക്കാണ് കേൾക്കുന്നത്. ഏത് മേഖലയിലും എന്നെയും കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, എന്നെയും കൊണ്ട് വീട്ടാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് പോകാൻ പറ്റുന്നില്ല, എന്നെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല എന്നൊരു വാക്കാണ് നമ്മൾക്ക്. എന്നെയും കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വാക്കാണ് കേൾക്കുന്നത്. എന്നാൽ ദൈവം എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചു? ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിൽക്കാൻ വേണ്ടി സൃഷ്ടിച്ചു.
നിലനിൽക്കാൻ വേണ്ടി സൃഷ്ടിച്ചു, സാധ്യതകൾക്ക് വേണ്ടി സൃഷ്ടിച്ചു. എല്ലാത്തിനും സാധിക്കുന്നൊരു മനുഷ്യനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. കോടാനുകോടി വർഷങ്ങൾ അതിൻ്റെ പിന്നിൽ ദൈവം അധ്വാനിച്ചു. നമ്മൾ ഈ കാണുന്നത് പോലെ 1, 2, 3 എന്ന് പറയുന്നത് പോലല്ല ദൈവം ഭൂമിയെ ഉണ്ടാക്കിയത്. കോടാനുകോടി വർഷങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ, രേഖകളിലൂടെ വിത്ത് എവിഡൻസ് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നു. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും നീണ്ട കാലഘട്ടത്തിൽ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്ന് ബൈബിൾ തന്നെ പറയുന്നു. എത്രയോ ലക്ഷക്കണക്കിന് വർഷം ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. അല്ലാതെ സൃഷ്ടിച്ചു ഭൂമി ശൂന്യമായിരുന്നു അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പിന്നിലെല്ലാം ഹിസ്റ്ററിയുണ്ട്, ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു. നമ്മളിങ്ങോട്ട് അരി മെല്ലിന്ന് പൊടിച്ചുകൊണ്ട് വന്ന് നേരെ പാത്രത്തിൽ ഇട്ട് വെള്ളം തളിച്ച് ഉപ്പിട്ട് അതിനെ പുട്ടുണ്ടാക്കുന്ന പോലത്തെ പരിപാടിയിലല്ല കർത്താവ് ഭൂമി ഉണ്ടാക്കിയത്. എല്ലാത്തിനും ടൈം ബീയിങ്ങിലാണ് കർത്താവ് കാര്യങ്ങൾ ചെയ്തത്, സമയമെടുത്ത കാര്യങ്ങൾ ചെയ്തത്. എല്ലാത്തിൻ്റെ പിന്നിലും ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഈ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലും ചരിത്രങ്ങളുണ്ട്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ദൈവത്തെ പോലെ ആയിരിക്കണമെന്നും വാഴണമെന്നും നിൽക്കണമെന്നും ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിച്ചു. ഇത് സാത്താൻ ഒരു ഭയങ്കര ഭീഷണിയായിരുന്നു. കാരണം ദൈവത്തിൻ്റെ സ്ഥലത്ത് നിന്ന് ദൈവം സാത്താനെ വെട്ടി താഴെയിട്ടു. ഭൂമിയിൽ വന്നപ്പോഴും ദൈവത്തെ പോലെയുള്ള ദൈവത്തിൻ്റെ അതേ തേജസ്സിനകത്ത് വസിക്കുന്ന മനുഷ്യനെയാണ് സാത്താൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവന് ഭീഷണിയാണ്. ഞാൻ ദൈവാത്മാവിൽ പറഞ്ഞു തുടങ്ങുന്നു. എവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടെ ഒരു മനുഷ്യൻ നിൽക്കുന്നു എന്ന് സാത്താൻ കാണുന്നു, ആ സെക്കൻഡ് മുതൽ നിന്നെ വീഴ്ത്താൻ സാത്താൻ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കും. മനുഷ്യനെ ഒരു പൂച്ചയെ പോലെയാണ് സൃഷ്ടിച്ചതെങ്കിൽ സാത്താന് ഭീഷണിയില്ല. മനുഷ്യനെ ഒരു പട്ടിയെ പോലെയാണ് സൃഷ്ടിച്ചതെങ്കിൽ സാത്താന് കുഴപ്പമില്ല. മനുഷ്യനെ സാത്താനെ പോലെയാണ് സൃഷ്ടിച്ചത്, അവൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നതെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഇവൻ്റെ രൂപം, മനുഷ്യൻ്റെ രൂപം ദൈവത്തിൻ്റെ രൂപം പോലെയും സാദൃശ്യം പോലെയുമായി പോയി. എന്തുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ടൊരു മനുഷ്യന് നേരെ, രക്ഷിക്കപ്പെട്ടൊരു മനുഷ്യന് നേരെ, ദൈവത്തെ ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന, ആരാധനകൾക്ക് സന്ദർശിക്കുന്ന ഒരു മനുഷ്യന് നേരെ ഏറ്റവും കൂടുതൽ വിരലുകൾ ചൂണ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ലവനെ പോലെ ഇരുന്നുവെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോൾ കർത്താവിനെ പോലെ ആയിരിക്കുന്നത്. ലവനെ പോലെ ആരാധിച്ചേ കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോൾ കർത്താവിനെയാ സ്തുതിക്കുന്നത്. അപ്പോൾ വ്യത്യാസമുണ്ട്. തേജസ്സിനകത്ത് നിൽക്കുന്ന മനുഷ്യൻ എവിടെ നിൽക്കുന്നു അവിടെ വ്യത്യാസമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യഹോവയായ ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, എല്ലാവരും കേൾക്കണം, അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സാത്താൻ്റെ ഒരു പരീക്ഷയിലേക്കാണ് ആദ്യം ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ്റെ തുണയായ ഹൗവായെ സാത്താൻ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. പരീക്ഷകൾ എക്കാലത്തും എല്ലാവർക്കും ദൈവപുത്രനുൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ആദ്യമേ ദൈവസഭയെ ഓർമ്മിപ്പിക്കട്ടെ. പരീക്ഷകൾ ഇനിയിപ്പോൾ എങ്ങനെ നമ്മൾ ഒളിച്ചിരുന്നാലും പരീക്ഷകൾ ഒരു ദൈവ മനുഷ്യൻ്റെ നേരെ വരുമെന്നുള്ളത് രണ്ടു പക്ഷമില്ലാത്ത യാഥാർത്ഥ്യമാണ്. പരീക്ഷയിൽ കടത്താതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് യേശു പറയുന്നുണ്ട്. പരീക്ഷയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു കഴിഞ്ഞാൽ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ പരീക്ഷ വന്നു. പ്രാർത്ഥിക്കുന്ന യേശു കർത്താവാണ്. പരീക്ഷയിൽ കടക്കാതിരിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശുവാണ്. ആ യേശു കർത്താവിനെ പോലും പരീക്ഷിക്കേണ്ടതിന് ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. എന്നാൽ ആ പരീക്ഷയിൽ യേശു ക്രിസ്തു നിന്ന ഒരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, യേശു ക്രിസ്തു നിന്ന ഒരു സ്പിരിച്വൽ റിലം നമ്മളെപ്പോഴും നോക്കി പഠിക്കേണ്ട ഒരു റിലമാണ്. കാരണം സാത്താനുമായിട്ട് വാഗ്വാദമുണ്ടാകുന്ന സന്ദർഭത്തിൽ പോലും യേശു കർത്താവ് നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് ഒരു മില്ലിമീറ്റർ പോലും കർത്താവ് താഴേക്ക് വരുന്നതായിട്ടോ ഒരു റിവേഴ്സ് ഗിയർ ഇടുന്നതായിട്ടോ നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടുത്തെ കോൺവെർസേഷൻ,
ആരാണോ ഹവ്വായോട് സംസാരിച്ചേ അതേ വ്യക്തി തന്നെയാണ് യേശുവിനോട് സംസാരിക്കാൻ നിയോഗിച്ചത്. അല്ലെങ്കിൽ യേശു കർത്താവും സംസാരിച്ചത് ആരാണോ ഹവ്വായോട് സംസാരിച്ചേ അതേ സ്പിരിറ്റ് തന്നെയാണ്. എനിക്കിന്ന് ചില കാര്യങ്ങൾ ഇതിനകത്തും സംസാരിക്കാനുണ്ട്. വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവർ മെല്ലെ റിവേഴ്സ് ഇട്ട് ഒരു പടി താഴെ വന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പിണങ്ങാത്ത നിലയിൽ സംസാരിച്ച് അവരെ അങ്ങ് സുഖിപ്പിച്ച് ആ പ്രശ്നത്തെ അങ്ങ് അവസാനിപ്പിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റേ വ്യക്തിക്ക് ഒരു വിഷമമോ പിണക്കമോ ഇനി എന്നോടുണ്ടാകാതിരിക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് അവരുടെ പക്ഷം ചേർന്ന് അവരെ അങ്ങ് തടവി സുഖിപ്പിച്ച് അവരുടെ കൂട്ടാളിയായി അവർക്ക് വേണ്ടിയിട്ട് ഒരു കീജയൊക്കെ പറഞ്ഞ് മെല്ലെ നമ്മുടെ വിശ്വാസത്തെ ഉയർത്തേണ്ടതിന് പകരം താഴ്ത്തി പിടിച്ചു വെച്ചിരിക്കുന്ന അനുഭവങ്ങൾ പലതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവിൻ്റെ ആ ഒരു സ്റ്റാൻഡ് മനസ്സിലാക്കുമ്പോൾ ഏത് രീതിക്കാണോ കർത്താവിന് നേരെ സാത്താൻ ഷൂട്ട് ചെയ്യുന്നത് അതേ ലെവലിൽ നിന്നുകൊണ്ട് തെല്ലും തലകുനിക്കാതെ സാത്താൻ്റെ ഓരോ വാക്കുകളെയും കർത്താവിൻ്റെ വിശ്വാസം കൊണ്ടും ദൈവത്തിൻ്റെ വചനം കൊണ്ടും അഭിഷേകം കൊണ്ടും ഡിഫെൻഡ് ചെയ്ത് ആ ലാസ്റ്റ് മൊമെന്റിൽ സാത്താനെ ശാസിച്ചകറ്റുന്ന ഒരു ഹയർ റിലം യേശു കർത്താവിൽ നിന്ന് നമ്മൾ നോക്കി പഠിക്കാനുണ്ട്. ആരാണോ ഹവ്വായോട് സംസാരിച്ച അതേ വ്യക്തിയാണ് യേശു കർത്താവിനോട് സംസാരിച്ചത്. ആരാണോ ഹവ്വായോട് സംസാരിച്ച അതേ വ്യക്തിയെ നിങ്ങളോട് സംസാരിക്കാൻ വരത്തുള്ളൂ. എങ്ങനെയാണോ ഹവ്വായെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത് അതുപോലെ ഒരു ദൈവ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ സാത്താൻ ശ്രമിക്കത്തുള്ളൂ. വെറുതെ ഒരു മനുഷ്യൻ വീഴത്തില്ല. ഒരു ദൈവ മനുഷ്യൻ വെറുതെ വീഴത്തില്ല. എങ്ങനെയാണ് ഒരു ദൈവ മനുഷ്യൻ വീഴുന്നത്? കൃപയിൽ നിൽക്കുന്ന, അഭിഷേകത്തിൽ നിൽക്കുന്ന, പ്രാർത്ഥനയിൽ ജീവിക്കുന്ന, വചനധ്യാനത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ വീഴുന്നു? അല്ലെങ്കിൽ ഇങ്ങനെയും കൂടെ ചോദിക്കാം, അവൻ വീഴുമോ എന്ന് ചോദിച്ചാൽ മുമ്പോട്ട് പറയുന്ന വചനപ്രകാരം പോകുകയാണെങ്കിൽ അവൻ വീഴും. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പരീക്ഷയുടെ മുൻപിൽ ഏതു മനുഷ്യനും നിൽക്കാം. ഒരു ചോദ്യത്തിൻ്റെ മുൻപിൽ ഏതു മനുഷ്യനും നിൽക്കാം. നിങ്ങൾ നിൽക്കാം, ഞാനും നിൽക്കാം. ചോദ്യങ്ങൾ വരും. എന്നോടൊക്കെ എന്തോരം ചോദ്യങ്ങളാണ് ഇപ്പോഴും ചോദിക്കുന്നതെന്നറിയാവോ? ഏതൊരു മനുഷ്യനും ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കാം. നിങ്ങൾ എന്തിനു പ്രാർത്ഥിക്കുന്നു എന്ന ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ മുമ്പിൽ നിൽക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തോ കിട്ടി, ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കാം. നിങ്ങൾ കഴിച്ചതിനേക്കാൾ കഴിക്കാത്ത ദിവസങ്ങളാണല്ലോ കൂടുതൽ, എന്നും പട്ടിണിയാണല്ലോ, എന്നിട്ടും ദൈവം പ്രസാദിച്ചില്ലേ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കാം. എന്താ നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങിയില്ലേ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കാം. നിനക്കിതുവരെ വാതിൽ തുറന്നില്ലേ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മളെ നിർത്തുക എന്നുള്ളത് സാത്താൻ്റെ ഒരു ട്രിക്കാണ്, സാത്താൻ്റെ ഒരു തന്ത്രമാണ്. ചോദ്യത്തിൻ്റെ മുമ്പിൽ നിർത്തുക. അവിടെ മുതലാണ് ഒരു ദൈവ മനുഷ്യനിലുള്ള ദൈവത്വത്തെ ഉണർത്തേണ്ട പ്രാധാന്യം വർദ്ധിക്കുന്നത്. ദൈവത്തിൻ്റെ മനുഷ്യർ സാത്താൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ അവർ യൂസ് ചെയ്യേണ്ട ദൈവത്തിൻ്റെ ശബ്ദത്തെ അവർ ഓർക്കേണ്ട ദൈവത്തിൻ്റെ ശബ്ദത്തെ അവർ മറന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും, വാക്ക് കേൾക്കണേ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, ക്രിസ്തുവിനോടുള്ള നിർമ്മലത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മീൻസ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത എന്ന് പറയുമ്പോൾ അന്ന് ക്രിസ്തു ഇല്ല. അപ്പൊ ഹവ്വായും ദൈവവുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ബന്ധം, ആദമും ദൈവവുമായിട്ടുള്ളൊരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ബന്ധം. എന്നാൽ ഇവിടെ ഒരു വാക്ക് നമുക്ക് എടുക്കാം, ഏകാഗ്രത. ഏകാഗ്രത എന്ന ഒരു വാക്ക്
നമുക്ക് എടുക്കാം. ആ ഏകാഗ്രത എന്ന് പറയുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു ഐക്യത, ഒരു കണക്ഷൻ വിട്ട് വഷളായി പോകുമോ എന്ന് ഈ പുതിയ നിയമത്തിൽ പൗലോസ് ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധവും ഒരു മനുഷ്യനും ദൈവവും തമ്മിലുള്ള വാക്കിൻ്റെ ഉടമ്പടി തമ്മിലുള്ള ബന്ധവും, ഒരു മനുഷ്യനും ദൈവവും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെ ബന്ധവും, ഒരു മനുഷ്യനും ദൈവവും തമ്മിലുള്ള വാഗ്ദത്തത്തിൻ്റെ ബന്ധവും തമ്മിൽ വേർപിരിയേണ്ട ഒരവസ്ഥ വരുന്നുവെങ്കിൽ അത് ഭയപ്പെടേണ്ട ഒരു കേസാണ്. പൗലോസ് പറയുന്നു, ഞാൻ ചിന്തിക്കുന്നു എന്നല്ല, ഞാൻ ഭയപ്പെടുന്നു. പൗലോസിൽ ഒരു ഭയമുളവാകണമെങ്കിൽ ഇതൊരു സഭയിൽ നിന്ന് ഒരു വ്യക്തി പിണങ്ങിപ്പോകുന്ന ആ ഒരു പ്രാധാന്യമല്ല ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പിരിഞ്ഞു പോകുന്നതിൽ ഉള്ളത്. സഭയിൽ നിന്ന് ഒരു മനുഷ്യൻ പിണങ്ങി മാറി, ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ല ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അകന്നു മാറി എന്ന ഒരു വിഷയത്തിനുള്ളത്. അത് ഭയങ്കര ക്രിട്ടിക്കലാണ് ആ ഒരു കേസ്. മീൻസ് ദൈവവുമായിട്ടുള്ള ഒരു മനുഷ്യന്റെ കണക്ഷൻ കട്ടാകുന്നതിൽ പൗലോസ് ഭയപ്പെടുന്നത്, ഈ മനുഷ്യന്റെ അവസ്ഥ ഇനി എന്താകും, ഈ മനുഷ്യന്റെ ഇവൻ എന്നാലും കർത്താവിനെ വിട്ട് മാറിയല്ലോ, ഈ ഒരു ചിന്തയിലെ ഭയമല്ല. ദൈവത്തിൽ നിന്ന് അകന്നുപോയൊരു മനുഷ്യനെ സാത്താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാകുന്ന ഒരു അപ്പോസ്തോലന്റെ ആത്മഭാരമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇവിടെ പൗലോസ് തുറന്നു കാണിക്കുന്നത്. ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സഭയോട് പറഞ്ഞു തുടങ്ങുകയാണ്, ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമയം നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടിയില്ല എന്ന് പറയത്തക്ക കാരണമുണ്ടെങ്കിൽ പോലും പല മേഖലകളിൽ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കുമുള്ള സ്വർഗീയ സംരക്ഷണത്തെക്കുറിച്ചൊരു മനുഷ്യൻ മനസ്സിലാക്കുന്നുവെങ്കിൽ ദൈവത്തിന് നേരെ പിറുപിറുക്കത്തില്ല. കാരണം ഒരു മനുഷ്യനും ദൈവവും തമ്മിലൊരു ബന്ധമുള്ളതിന്റെ പിന്നിൽ സാത്താന് കടന്നു കയറാൻ പറ്റാത്തതിന്റെ വിമ്മിഷ്ടം എത്രയുണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ മനസ്സിലാകത്തുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് വിശദമാക്കി തരാം, ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ദൈവവും നിങ്ങളും ഈ സഭയും തമ്മിലൊരു ബന്ധമുണ്ട്, നിങ്ങളും എഫഥാ ഇൻ ജീസസ് മിനിസ്ട്രീസും തമ്മിലൊരു ബന്ധമുണ്ട്. അതിനേക്കാൾ വലിയൊരു ബന്ധം നിങ്ങളും നമ്മുടെ ദൈവവും തമ്മിലൊരു ബന്ധമുണ്ട്. എനിക്ക് നിങ്ങളോടുള്ളതിനേക്കാൾ വലിയൊരു ബന്ധം എനിക്കും എൻ്റെ ദൈവത്തോടും കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവവും ഞാനും തമ്മിലുള്ള ഒരു ബന്ധത്തിനകത്തേക്ക് ഇതിനെ ഈ ബന്ധത്തെ വേർപെടുത്തിയിട്ട് ഈ ബന്ധത്തിനകത്ത് ഇടിച്ചു കയറാൻ പറ്റാത്ത സാത്താനീയ വിമ്മിഷ്ടം എന്ത് എന്ന് പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ മനസ്സിലാകത്തുള്ളൂ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്താണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ വേർപിരിച്ചിട്ട് അതിനകത്തേക്ക് ഒരു സാത്താനി ആത്മാവ് പ്രവേശിച്ചാൽ സംഭവിക്കുന്നത്, ഒന്ന്, ആദമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ഗ്ലോറിയസ് പ്രൊട്ടക്ഷൻ നഷ്ടമാകുന്നു. രണ്ട്, ആദമിനെയും ഹവ്വയെയും ദൈവം ബ്ലസ് ചെയ്ത് പ്ലേസ് ചെയ്ത അവരുടെ ഓൺ ലാൻഡിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ. സുഹൃത്തേ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവം നിന്നെ ആക്കിയ ശുശ്രൂഷയ്ക്കകത്തൊന്നും വെറുതെ പുറത്തു പോകത്തില്ല. ദൈവം നിന്നെ ആക്കിയ അഭിഷേകത്തിനകത്തൊന്നും വെറുതെ പുറത്തു പോകത്തില്ല. ദൈവം നിന്നെ ആക്കിയ ബന്ധങ്ങൾക്കകത്തൊന്നും വെറുതെ പുറത്തു പോകത്തില്ല. ദൈവം നിന്നെ ഏൽപ്പിച്ച അധികാരത്തിനകത്ത് നിന്ന് വെറുതെ പുറത്തു പോകത്തില്ല. ദൈവം ഏൽപ്പിച്ച ഭാഷാവരം വെറുതെ നമ്മിൽ നിന്ന് പോകത്തില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ച വാഗ്ദത്തം വെറുതെ നമ്മിൽ നിന്ന് നീങ്ങത്തില്ല. ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ വെറുതെ നമ്മിൽ നിന്ന് മാറി നിൽക്കത്തില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും ആമേൻ പരുവക്കേട് കാണുന്നുണ്ടെങ്കിൽ അതങ്ങനെ അല്ലല്ലോ സംഭവിക്കേണ്ടത്, ഇങ്ങനെ അല്ലല്ലോ സംഭവിക്കേണ്ടത്, അങ്ങനെ സംഭവിക്കരുതല്ലോ, ഇങ്ങനെ വരരുതല്ലോ, അങ്ങനെ അല്ലല്ലോ അതിന്റെ രീതി എന്ന് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ മനസ്സാക്ഷി സംസാരിച്ചു തുടങ്ങുന്നെങ്കിൽ, നിങ്ങളുടെ അകത്ത് ആത്മാവ് ഇടപെട്ടു തുടങ്ങുന്നെങ്കിൽ, ഒന്നോർത്തോ, ഹവ്വായ്ക്ക് സംഭവിച്ചത് ഒരു കീഴടങ്ങലാണ്. ഒരു കീഴടങ്ങൽ. എന്തിനാണ് കീഴടങ്ങിയത്? ഒന്ന്, സാത്താൻ അവളിലേക്കിട്ട ചിന്തയെ അവൾ ഏറ്റെടുത്ത് ചിന്തിച്ച് കീഴടങ്ങി. രണ്ട്, അവൻ ചോദിച്ച ചോദ്യത്തിന് തിരിച്ചു മറുപടി പറഞ്ഞ് കീഴടങ്ങി. മൂന്ന്, ദൈവത്തെ പോലെ ആകാമെന്നുള്ള വാക്ക് ദൈവത്തിന്റെ വാക്കിനേക്കാൾ ഏറെ അവൾ വിശ്വസിച്ചു.
ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് കയറി? ദൈവത്തെ പോലെ ആകാമെന്ന് പറഞ്ഞ വാക്ക് ദൈവത്തിൻ്റെ വാക്കിനേക്കാളേറെ വിശ്വസിച്ചു. ദൈവത്തെ പോലെ സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നൊരു മനുഷ്യൻ പറയാണ് ദൈവത്തെ പോലെയാകും. നമുക്കിങ്ങനൊരു തോന്നലുണ്ട്, ഈ നിൽക്കുന്ന നിപ്പിൽ നിന്ന് അല്പം കൂടെ ഒന്ന് മെച്ചപ്പെട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാനമായിരുന്നു, ഇല്ലേ? അതിൻ്റെ അർത്ഥം ഈ തന്നേക്കുന്ന ബ്ലെസ്സിങ്സ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് നമ്മളെ അത് തന്നെ ഈ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ ഒന്ന് മാറിയായിരുന്നെങ്കിൽ, ഈ സെറ്റപ്പിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ ഒന്ന് മാറിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാനം കിട്ടിയാൻ. മക്കളെ, നമ്മൾ മനുഷ്യൻ്റെ മുമ്പിൽ മാനം പിടിക്കാൻ വേണ്ടി കിടന്ന് തലയിട്ട് ഉരുട്ടുന്നവരാ. മനുഷ്യൻ്റെ മുമ്പിൽ മാനം പിടിക്കാൻ, മനുഷ്യരുടെ വാക്കിനകത്ത് മെച്ചപ്പെട്ടവനാകാൻ, മനുഷ്യൻ്റെ കണ്ണിന് ഏങ്ങിയവനാകാൻ. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിന് പ്രസാദമുള്ളവനാകുന്ന കാര്യത്തിൽ ചിന്തിക്കുന്നവർ കുറവാണ്. ദൈവത്തെ പോലെ ആകാമെന്ന് പറഞ്ഞപ്പോൾ ഹവ്വായിക്ക് ഹവ്വ ഇരിക്കുന്ന പോലെ ആയാൽ പോരെ? ഹവ്വായെ നിലവിൽ ദൈവം ആക്കിയിരിക്കുന്നത് പോലെ ആയാൽ പോരെ? അടുത്ത ചോദ്യം, ഹവ്വ നിലവിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തയായിരുന്നെങ്കിൽ ഹവ്വ ഇന്ന് ആരാവുമായിരുന്നു? ആദമിന്റെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം ആദം അനുസരണക്കേട് കാണിച്ചു. ഹവ്വ കീഴടങ്ങി. ഹവ്വ പരീക്ഷിക്കപ്പെട്ട ആ പരീക്ഷയിൽ ഹവ്വ കീഴടങ്ങി. നിങ്ങളുടെ ജീവിതത്തിൽ പല നുകങ്ങൾ പരീക്ഷയുടെ രൂപത്തിൽ സാത്താൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനെ എതിർക്കണം, അല്ലാതെ അതിന് കീഴടങ്ങരുത്. അത് അവിശ്വാസമായിട്ടും, അത് പലരുടെ കുത്തുവാക്കുകളായിട്ടും, അത് പലരുടെ പരിഹാസങ്ങളായിട്ടും, പലരുടെ കളിയാക്കലുകളായിട്ടും, അങ്ങനെ പല നിലകളിൽ നിങ്ങളുടെ ജീവിതത്തിലും സാത്താൻ പരീക്ഷയുടെ കെണികൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അല്ല, പരീക്ഷ എപ്പോഴും നമ്മൾ എങ്ങനെ കാണണം? അതിനെ കർത്താവ് എങ്ങനെ കണ്ടോ അങ്ങനെ കാണണം. എത്ര പേർ ആ കാര്യത്തിന് ആമേൻ പറയും? കർത്താവ് എങ്ങനെ പരീക്ഷയെ കണ്ടോ ആ നിലയിൽ നമ്മൾ ദൈവത്തിൻ്റെ പരീക്ഷയെ കാണണം. പരീക്ഷ എപ്പോഴും ജയിച്ചാൽ നമുക്ക് റിവാർഡുണ്ട്. ഓ ഹല്ലേലൂയ! പരീക്ഷ ജയിച്ചാൽ നമുക്ക് എന്തോ ഉണ്ട്, റിവാർഡ്. നിങ്ങൾ ഏതെങ്കിലും മത്സരത്തിന്, കൊച്ചു പിള്ളേർ മത്സരിച്ചാൽ പോലും ഒരു എക്ലേസിൻ്റെ മുട്ടായെങ്കിലും കൊടുക്കുമല്ലോ. അപ്പോൾ പരീക്ഷ ജയിച്ചാൽ നമുക്ക് റിവാർഡുണ്ട്. ഞാൻ ആരോടോ ഇത് സംസാരിച്ചു തുടങ്ങുകയാണ്. ആരോ ഇന്ന് വല്ലാത്ത നിലയിൽ കിടന്ന് തുഴയാണ്. പൗലോസ്ലീഹായിക്ക് എത്ര വട്ടം കപ്പൽ ഛേദമുണ്ടായി? ഒരു വട്ടം അല്ല, 3 വട്ടം കപ്പൽ ഛേദമുണ്ടായി. 3 വട്ടം കപ്പൽ ഛേദമുണ്ടായി പൗലോസ്ലീഹായുടെ ലൈഫിൽ. ആ 3 വട്ടവും അദ്ദേഹത്തിനുള്ള പരീക്ഷകളായിരുന്നു. അവസാന നിമിഷം നമ്മളിൽ പലരും പറയുന്നത് പോലെ രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചു പോയി എന്നൊരു വാക്ക് ആ മനുഷ്യൻ്റെ വായി വന്നുപോയി. രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചു പോയി എന്ന വാക്ക് ആ മനുഷ്യൻ്റെ വായി വന്നുപോയി. എന്നിട്ടും ആ മനുഷ്യൻ ബലപ്പെട്ട് എഴുന്നേറ്റതാണ് ആ മനുഷ്യൻ്റെ മിനിസ്ട്രിയിൽ അടുത്ത ഒരു പൊൻതൂവൽ വരാനുള്ള കാരണം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, ശുശ്രൂഷയിൽ മടുത്തു തുടങ്ങി ആരോ ഇന്ന് ഇതിനകത്തുണ്ട്. വളരെ പ്രതീക്ഷയോടെ നീ കപ്പൽ ഇറക്കി, വളരെ പ്രതീക്ഷയോടെ നീ വണ്ടി ഇറക്കി, വളരെ പ്രതീക്ഷയോടെ നീ വള്ളം ഇറക്കി. പലയിടത്തും നിന്റെ കപ്പൽ ഛേദിക്കപ്പെടുന്നത് പോലത്തെ കൂറ്റൻ പരീക്ഷണങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് നീ നിന്റെ വീട് വിട്ടിറങ്ങി, നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് നീ ഒരു ബിസിനസ് ചെയ്തു, നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് നീ സ്വന്തം ബന്ധങ്ങൾ വിട്ടു, നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് നീ വിശ്വാസത്തിൽ ചിലതിന് വിതച്ചു. പക്ഷേ ഒരു കപ്പൽ ഛേദം സംഭവിച്ചതുപോലെ അപ്രതീക്ഷിതമാകുന്ന ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വന്ന് കപ്പൽ ഛേദിക്കപ്പെട്ടതുപോലത്തെ അവസ്ഥയിൽ നിങ്ങളായിപ്പോയിട്ട് രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ പൗലോസിന്റെ ദൈവം നമ്മുടെയും ദൈവം, യാഹ് എന്ന ദൈവം നമ്മുടെ ദൈവം. അവൻ ആൽഫയും ഒമേഗയും എന്ന് പറയുമ്പോൾ, അവൻ ആദ്യനും അന്ത്യനും എന്ന് പറയുമ്പോൾ, അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു പറയുന്നവൻ എന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ എവിടെ മാനുഷിക പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നോ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെട്ട ചരിത്രം പൗലോസിന്റെ ദൈവത്തിൽ നിന്ന് പൗലോസിനുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദൈവം അത്രേ നമ്മുടെ ദൈവമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദൈവമെന്ന് വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ നിന്റെ കപ്പൽ ഛേദത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ അദൃശ്യകരം വെളിപ്പെട്ടിരിക്കും. കുടുംബമാകുന്ന കപ്പൽ തകർന്നു പോയവർ ഇതിനകത്തുണ്ട്, ബിസിനസ്സാകുന്ന കപ്പൽ തകർന്നു പോയവർ ഇതിനകത്തുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ കപ്പൽ തകർന്നു പോയവർ ഇതിനകത്തുണ്ട്,
പല പ്രതീക്ഷകളുടെ കപ്പൽ തകർന്നു പോയവർ ഇതിനകത്തുണ്ട്. ശുശ്രൂഷയുടെ കപ്പൽ ഛേദിക്കപ്പെട്ടു എന്ന് കരുതുന്നവർ ഇതിനകത്തുണ്ട്. അങ്ങനെ സ്വപ്നങ്ങളുടെ കപ്പൽ തകർന്നു പോയവർ ഇതിനകത്തുണ്ട്. ഭയങ്കര പ്ലാനിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് വളരെ 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 ലാർജ് ലെവലിൽ കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഒന്നുമില്ലാത്ത നിലയിൽ നിൽക്കുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നമ്മുടെ ദൈവമാകൊണ്ട് നിങ്ങളുടെ കപ്പൽ ഛേദത്തിൽ നീ വീർപ്പ് മുട്ടി മരിച്ചു പോകുകയില്ല. ആമേൻ. മനുഷ്യബുദ്ധിയിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, സാഹചര്യങ്ങൾക്കകത്ത് ഇങ്ങനെ ചിന്തിക്കും, രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി 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 എന്ന മാനുഷിക ആശയിൽ നിന്ന് ഒരു സ്വർഗീയമാകുന്ന അദൃശ്യകരം വന്ന് അറ്റുപോയ ആശയെ കൂട്ടിമുട്ടിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന, ദൈവം പദ്ധതി ഇട്ടിരിക്കുന്ന, ദൈവം ചെയ്തു തുടങ്ങുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. അറ്റുപോയി അറ്റുപോയി അറ്റുപോയി, ജോലി അറ്റുപോയി, പലതും അറ്റുപോയി, ബന്ധങ്ങൾ അറ്റുപോയി. പക്ഷെ കൂട്ടി യോജിപ്പിക്കത്തില്ലേ? തുടയല്ലെവിടെ, തോളല്ലെവിടെ, താടിയല്ലെവിടെ, വാരിയല്ലെവിടെ എന്നറിയാതെ കിടന്ന അസ്ഥി താഴ്വരയ്ക്കകത്ത് നിന്ന് താടിയല്ലിനോടും തോളല്ല് തോളിലോട്ടും വാരിയല്ലിൻ്റെ സ്ഥാനത്തും തുടയല്ല് തുടയിലേക്കും വന്ന് ചേരണമെങ്കിൽ, ചിതറിക്കിടന്നതിൻ്റെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യ രൂപത്തിലേക്ക് വന്നു ചേരണമെങ്കിൽ, തുടയല്ല് തോളല്ലിരിക്കേണ്ടടുത്ത് വന്നില്ല എങ്കിൽ, താടിയല്ല് കാൽമുട്ടിൻ്റെ അവിടെ വന്നില്ല എങ്കിൽ, എന്നാൽ അത് വന്ന് ചേരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയായ സ്ഥാനത്ത് വന്ന് ചേർന്നെങ്കിൽ, ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ പേർക്ക് വന്ന് ചേരേണ്ടത്, നിന്റെ കയ്യിലേക്ക് വന്ന് ചേരേണ്ടത്, നിന്റെ നാമത്തിൽ വന്ന് ചേരേണ്ടത്, നിന്റെ വീട്ടിലേക്ക് വന്ന് ചേരേണ്ടത്, നിങ്ങളുടെ മിനിസ്ട്രിയിലേക്ക് വന്ന് ചേരേണ്ടത്, നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന് ചേരേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ. ഏത് മാനുഷിക നിയമമാണെങ്കിലും, ഏത് സാത്താനീയ നിയമമാണെങ്കിലും, അതിൻ്റെ മധ്യത്തിൽ ഇപ്പോൾ ചാർജായി നിന്നാലും ദൈവത്തിൻ്റെ ഒരൊറ്റ കൽപ്പനയ്ക്ക് ആ നിയമങ്ങളെ ക്യാൻസൽ ചെയ്ത് ദൈവിക വിധിയിലേക്ക് കൊണ്ടുവന്ന് ഒരു മനുഷ്യനിലേക്ക് വന്നു ചേരേണ്ടത് കൂട്ടിയോജിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കഴിയും. അത് യെഹെസ്കേലിൻ്റെ പ്രവചന പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിൽ, ഇന്ന് ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഏതൊക്കെ നിയമവും ഏതൊക്കെ പോളിസികളും നമുക്ക് എതിരായി നിന്നാലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവം കണ്ടിട്ടുള്ള ഒരു മനുഷ്യനിലേക്ക് വന്ന് ചേരാനുള്ളതിനെ തടയാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു അദൃശ്യ ശക്തിക്കും പറ്റുകയില്ല. അത് സൗഖ്യമായിരിക്കും, അത് സമ്പത്തായിരിക്കും, അത് വിസയായിരിക്കും, അതെന്തെങ്കിലും ലീഗൽ നോട്ടീസ് ആയിരിക്കും, അത് നമുക്കുള്ള ജാമ്യമായിരിക്കാം, അത് നമുക്കുള്ള ഓഹരി ആയിരിക്കാം, നമുക്കുള്ള നമ്മുടെ ഷെയർ ആയിരിക്കാം, നമ്മുടെ മിനിസ്ട്രി ആയിരിക്കാം, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം, നമ്മുടെ ബന്ധങ്ങളായിരിക്കാം, നമ്മുടെ പങ്കാളിയായിരിക്കാം, അത് അവരുടെ സ്നേഹമായിരിക്കാം. എന്തൊന്ന് ശത്രു അപഹരിച്ച് ചിതറിച്ചിട്ടാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താടിയല്ലെന്തിയേ, തോളല്ലെന്തിയേ, വാരിയല്ലെന്തിയേ എന്ന് പറഞ്ഞ് നമ്മൾ തേടി നടക്കണ്ട. ദൈവപുരുഷൻ അതിൻ്റെ മധ്യത്തിൽ നിന്നാ മതി. ഈ നിന്നാൽ ചിലതൊക്കെ നടക്കും എന്നുള്ളത് കൊണ്ടാണ് നിൽക്കണ്ട എന്ന് പറഞ്ഞ ആദമിനെയും ഹൗവയെയും വശീകരിച്ച്. യെഹെസ്കേൽ നിന്നാൽ ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. ഞാനിത് ആത്മാവിൽ ഞാൻ വല്ലാത്ത രീതിയിൽ ഞാനിത് മർജ് ചെയ്യാട്ടോ. യെഹെസ്കേൽ നിന്നാൽ ദൈവം സംസാരിക്കും. എന്നാൽ യെഹെസ്കേൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ ദൈവം സംസാരിക്കില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? യെഹെസ്കേൽ അസ്ഥിയുടെ താഴ്വര വരെ ദൈവവുമായിട്ട് ഒന്ന് സഞ്ചരിക്കാൻ തയ്യാറായാൽ, ദൈവവുമായിട്ട് കണക്ട് ചെയ്തൊന്ന് സഞ്ചരിക്കാൻ തയ്യാറായാൽ ദൈവം സംസാരിക്കും. അസ്ഥി താഴ്വരെ കൊണ്ടുവന്നിട്ടേ യെഹെസ്കേലിനോട് എന്താ ചെയ്യാൻ പോണേന്ന് സംസാരിച്ചുള്ളൂ. യെഹെസ്കേൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ സ്വപ്നത്തിൽ കൂടെ കാണിച്ചിട്ട് ഇതൊന്ന് നടക്കും. വരാൻ പറഞ്ഞു, യെഹെസ്കേൽ ഇറങ്ങി. ദൈവത്തിൻ്റെ കൂടെ ആദം ഹവ്വ നിന്നാൽ ബൈബിൾ ഈ രീതിയിലല്ല എഴുതുന്നത്. ഹല്ലേലൂയ. ആദം ഹവ്വ ദൈവത്തിൻ്റെ കൂടെ നിന്നാൽ ബൈബിൾ ഈ രീതിയിലല്ല എഴുതാൻ പോകുന്നത്. നമ്മൾ ഈ വായിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് എഴുതാൻ പോകുന്നത്, വേറെ കാര്യങ്ങളായിരിക്കും. പക്ഷെ ആദം ഹവ്വായിക്ക് ദൈവത്തോടു കൂടെ നിൽക്കാൻ പറ്റിയില്ല.
കാരണം അതിനിടയിൽ സാത്താൻ്റെ വാക്കുകൾ വന്ന് ഹൗവ വാക്കിന് കീഴടങ്ങി. ഒന്നും സാത്താൻ എന്തെങ്കിലും പൊടി കലക്കി കൊടുക്കുകയോ അല്ലാതെ സാത്താൻ ഫിസിക്കലി എന്തെങ്കിലും ഹൗവയിൽ ചെയ്യുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഇത്രേ ചെയ്തുള്ളൂ, വാക്കുകൾ വിതച്ചു. ആരാ? സാത്താൻ വാക്കുകൾ വിതച്ചു. ഈ വാക്കിനാണ് ഹൗവ കീഴടങ്ങിയത്. ഇതാരോ എവിടെയൊക്കെയോ കീഴടങ്ങി ജീവിക്കുന്നത് കൊണ്ടാണ് നിന്റെ തല ഉയർത്താൻ പറ്റാത്തത്. ഏതോ സാത്താനീയ വാക്കുകൾക്ക്, സാത്താനീയ പ്രലോഭനങ്ങൾക്ക്, സാത്താനീയ ചിത്രങ്ങൾക്ക്, സാത്താനീയ വീഡിയോകൾക്ക്, സാത്താനീയ ആശയങ്ങൾക്ക്, സാത്താനീയമായ കോമിക്സിനൊക്കെ കീഴടങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് നിന്റെ തല ഉയർത്താൻ പറ്റാത്തത്. ഷറാബാക്കായ മോനെ, നിന്റെ തല കുനിഞ്ഞിരിക്കും. എന്നിട്ട് നിന്റെ തല ഉയരേണ്ടതിന് പകരം മറ്റവന്റെ തലയാ പൊങ്ങിയിരിക്കുന്നത്. മനസ്സിലാക്കണേ. ദീപു കൃഷ്ണ എന്ന വ്യക്തി സാത്താന്റെ ഒരു ചിത്രത്തിന്, സാത്താന്റെ ഒരു വീഡിയോയ്ക്ക്, സാത്താന്റെ ഒരു എഴുത്തിന്, സാത്താന്റെ ഒരു പ്രലോഭനത്തിന്, സാത്താന്റെ ഒരു വാക്കിന്, സാത്താന്റെ ഒരു പരിഹാസത്തിന് തല കുനിച്ചു കൊടുത്താൽ അവിടെ കൊണ്ട് അവൻ വിട്ടേച്ചു പോവല്ല. എന്റെ തല ഇരിക്കേണ്ടടുത്ത് അവന്റെ തല എടുത്തു വെക്കും. ആ പാമ്പിന്റെ തല. മനസ്സിലായോ? സാത്താനെ ഹൗവ കീഴടങ്ങിയതും അവന്റെ ആധിപത്യം അതിന്റെ മേൽ സ്ഥാപിച്ചു. നിന്റെ വീടിന്റെ ആധിപത്യം സാത്താൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ മിനിസ്ട്രിയിലെ ആധിപത്യം നിന്നെ കീഴടക്കിയിട്ട് അവന്റെ ഇഷ്ടത്തിന് അവൻ അതിനെ വളച്ചൊടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യന്റെ ലൈഫ് സ്ട്രക്ചർ അവൻ ഏറ്റെടുത്ത് വികൃതമാക്കിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ പിന്നിൽ എപ്പോഴോ അറിഞ്ഞോ അറിയാതെയോ കീഴടങ്ങിയ ഒരു ദൈവ മനുഷ്യനുണ്ട്. അതിന്റെ പിന്നിൽ എവിടെയോ വൈകാരികമായോ സ്വഭാവ സംബന്ധമായോ വാക്കുകളിലൂടെയോ കീഴടങ്ങിയ ഒരു മനോഭാവം ഇല്ലാന്നാരും എന്നോട് പറയരുത്, എനിക്കും പറയാനൊക്കുകയല്ല. എവിടെയെങ്കിലുമൊക്കെ എന്നെയും കീഴടക്കാൻ, പക്ഷെ അതുകൂടെ പറഞ്ഞുതരാം. നമ്മൾ എവിടെയെങ്കിലും കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനെ അവിടെ അലാം അടിക്കും. അടിക്കത്തില്ല എന്നും എന്നോട് പറയരുത്. അവിടെ അലാം അടിക്കും. നീ പോണ വഴി ശരിയല്ല, നീ ചെയ്തത് ശരിയല്ല, നീ കണ്ടത് ശരിയല്ല, നീ പറഞ്ഞത് ശരിയല്ല, നീ ഇടപെട്ടത് ശരിയല്ല, അതങ്ങനല്ലായിരുന്നു. പക്ഷേ മോനെ, ഈ ശബ്ദം അവിടെ കിടന്നടിക്കും. നമ്മൾ രാവിലെ ഇന്ന് 5 മണിക്ക് ഞാൻ എഴുന്നേറ്റ് അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് അപ്പുറത്തെ ചേട്ടനെ ഞാൻ ഉണർത്തിയിരിക്കൂന്ന് പറഞ്ഞിട്ട് നമ്മൾ 5 മണിക്ക് അലാം വെക്കും. അതവിടെ കിടന്ന് ഡേ 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 എന്ന് പറഞ്ഞ് വിളിക്കും. നമ്മൾ ടിങ്ങെന്നൊരു കുത്തും കുത്തി വീണ്ടും അതവിടെ വെക്കും. കാര്യം എന്നാ? മേല നീ ഇനി അടിച്ചു പോകരുതെന്ന്. ഇന്ന് മുതൽ 3 മണിക്ക് ഞാൻ ചാടി എഴുന്നേറ്റിരുന്ന് പൊട്ടിത്തെറി പോലെ അന്യഭാഷ പറഞ്ഞ ഭൂതത്തിൻ്റെ രാജ്യത്തെ ഞാൻ കീഴടക്കുമെന്ന് പറയും. 3 മണിക്ക് സാധനം കിടന്ന് ഡേ 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 എഴുന്നേറ്റ് 3 മണിയായെന്ന് പറയും. അവർ ഒറ്റ തൊഴി കൊടുത്ത് പിന്നെ ഈ മൊബൈൽ ആയുസിൽ ഓണാവാത്ത രീതിയിൽ തൊഴിച്ച് താഴെ ഇടും. കാര്യം എന്നാ? അത് തന്നെ അതിൻ്റെ കാര്യം. അപ്പോൾ അലാമൊക്കെ അവിടെ കിടന്നടിക്കും. പക്ഷെ ഞാൻ തീരുമാനിക്കും എപ്പോൾ എഴുന്നേക്കണമെന്ന്. മോനെ, ഇതുപോലെ ഈ പാസ്റ്ററിൻ്റെ ശബ്ദത്തിലൂടെ ഒത്തിരി അലാം നിങ്ങൾക്ക് അടിച്ചിട്ടുള്ളതാണ്. ഇതിനേക്കാൾ വലിയ പാസ്റ്റർമാരുടെ ശബ്ദത്തിൽ ഒത്തിരി അലാം അടിച്ചിട്ടുള്ളതാണ്. ഈ പുസ്തകം ഒത്തിരി അലാം നമുക്ക് തന്നിട്ടുള്ളതാണ്. പക്ഷെ പലതും നമ്മൾ ഞെക്കിത്താഴ്ത്തി വെച്ചേച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പോകുന്നതാണ് കീഴടങ്ങൽ. എന്തടങ്ങല? കീഴടങ്ങി. എന്നിട്ട് നമ്മൾ പറയാണ്, സാത്താൻ യേശോബേൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ കീഴടക്കുന്നു. അവൻ നമ്മുടെ വാക്കിൻ്റെ അടിയിൽ വന്നിട്ട് എഴുന്നേറ്റ് പോടേ എന്ന് പറയും. കാരണം നമ്മൾ ഓൾറെഡി അവന് കീഴടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇനി ഉണരാനുണ്ട്. ഹൗവ പറയും, ആര് പറഞ്ഞു? സാത്താൻ എൻ്റെ പറമ്പിൽ ഞാൻ കയറ്റിയിട്ടില്ല. സത്യം, കയറ്റിയിട്ടില്ല. പക്ഷെ പുള്ളി മതിലിൻ്റെ അപ്പുറത്ത് വന്ന് സംസാരിച്ചു. പല മതിലിൻ്റെ അപ്പുറത്ത് നിന്നുള്ള സംസാരങ്ങളും ഭൂതത്തിൻ്റെ വിത്തറികളാണെന്ന് ഓർക്കുക. പല മതിലിൻ്റെ അപ്പുറം ഇപ്പുറം വന്നെന്ന് സംസാരിക്കുന്നതേ എല്ലാം ആത്മാവിലല്ല, എല്ലാം ആത്മാവിൻ്റേതും അല്ല, എല്ലാം എടുക്കാൻ കൊള്ളാവുന്നതും അല്ല. എപ്പോഴും മതിലിൻ്റെ അപ്പുറത്ത് നിൽക്കാനേ പറ്റൂ. കാരണം ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും എപ്പോഴും ദൈവം ഒരു മതിൽ തീർത്തിട്ടുണ്ട്. പക്ഷെ മതിലിൻ്റെ അപ്പുറം ഇപ്പുറം നിന്ന് സംസാരിക്കുന്ന ടോപ്പിക്കിനകത്താണ് അതിർത്തി വെക്കേണ്ടത്.
അപ്പോൾ അറിയാതെ ആ സ്ത്രീ അമ്മാമ കീഴടങ്ങിപ്പോയി. അമ്മാമ എവിടെ കീഴടങ്ങുമോ അവിടെ തല മാറും. എത്ര പേർക്കുണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ളൊരു കൃപ? എവിടെ ദൈവത്തിന് കീഴടങ്ങുവിൻ, ക്രിസ്തുവിൻ്റെ തല വെളിപ്പെടും. ദൈവവചനത്തിന് കീഴടങ്ങുവിൻ, ക്രിസ്തുവിൻ്റെ തല വെളിപ്പെടും. പൈശാചിക ശബ്ദത്തിന് കീഴടങ്ങുവിൻ, സാത്താൻ്റെ തല വെളിപ്പെടും. പിന്നെ തല തീരുമാനിക്കുക എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലായോ? ഇപ്പം എൻ്റെ തല ഇവിടുന്ന് മാറ്റി സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ തല എൻ്റെ കൊണ്ട് വെക്കുക. എൻ്റെ തല ഇവിടുന്ന് മാറ്റി സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ തല എനിക്ക് കൊണ്ട് വെക്കുക. ആ മനുഷ്യൻ എന്ത് സംസാരിക്കും? ആ മനുഷ്യൻ ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു ഒരു ക്രിക്കറ്റ് പ്ലെയറാണ്. പക്ഷെ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റൂ. കാരണം തല വേറെ ഇരിക്കുന്നേ. അത് മാറ്റി ദീപു പാസ്റ്റർ തല കൊണ്ട് വെച്ചാലോ ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് അത്ര ആധികാരികമായി സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് സംസാരിക്കും. തല മാറിയപ്പോൾ മാറിയ മാറ്റം കണ്ടോ? ഇതാ പലർക്കും സംഭവിക്കുന്നേ, ഇതാ പലയിടത്തും സംഭവിക്കുന്നേ. തല മാറുന്നു. ക്രിസ്തുവാണ് കൺട്രോൾ ചെയ്യേണ്ടേ. ക്രിസ്തുവിൽ നിന്നാണ് കയ്യിലേക്ക് വരേണ്ടേ, ക്രിസ്തുവിൽ നിന്നാണ് കാലിലേക്ക് വരേണ്ടേ, ക്രിസ്തുവിൽ നിന്നാണ് നമ്മുടെ കണ്ണുകളിലേക്ക് വരേണ്ടേ, ക്രിസ്തുവിൽ നിന്നാണ് ഹൃദയത്തിലേക്ക്. ഇതിപ്പോൾ വരുന്നത് വേറെയാ. അതാ കൈ വേറെ പ്രവർത്തിക്കുന്നേ, കാല് വേറെ ഓടുന്നേ, മനസ്സ് വേറെ ചിന്തിക്കുന്നേ. കീഴടങ്ങിപ്പോയി. വെറുതെ മനുഷ്യൻ വീഴത്തില്ല, കീഴടങ്ങിയാലേ വീഴൂ. വെറുതെ മനുഷ്യൻ വീഴത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ ദുഃഖം പറഞ്ഞേ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ചതിയായിരുന്നു അവിടെ നടന്നേ, ചതി. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്, മെന്റൽ കപ്പാസിറ്റി, മാനസിക ശേഷി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിനാണ് കടിഞ്ഞാണിടേണ്ടത്. മനസ്സാണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ എപ്പോഴും ടൈപ്പായിട്ടിരിക്കേണ്ടത്. ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ പൗലോസിൻ്റെ ഭയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് ഇവിടെ വരെ എത്തിയേ. പൗലോസ് പറഞ്ഞ ആ ഭയത്തിനകത്ത് ഞാൻ പറഞ്ഞതിനകത്ത് ഉള്ളതിനേക്കാൾ 1000 മടങ്ങ് കാര്യങ്ങൾ വേറെയുണ്ട്. പറയാനുള്ള സമയക്കുറവുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ പൗലോസിൻ്റെ ഭയം എന്ന് പറഞ്ഞാൽ തല മാറിപ്പോകുമോ എന്നുള്ളൊരു ഭയമാ. പൗലോസിൻ്റെ ഭയം എന്ന് പറഞ്ഞാൽ തല മാറിപ്പോകുമോ എന്നുള്ളൊരു ഭയമാ. ഇന്ന് ഞാൻ ആത്മാവിൽ ചോദിക്കുകയാണ്, നമ്മുടെ മേൽ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ തല തന്നെയാണോ? നമ്മുടെ മേൽ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ അഭിഷേകം തന്നെയാണോ? നമ്മിൽ കത്തുന്നത് ദൈവത്തിൻ്റെ തീ തന്നെയാണോ? പിശാച് നമ്മളെ ചതിച്ച് ഉപായത്താൽ വഞ്ചിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ തീയാണ് എൻ്റെ മേൽ കത്തുന്നതെന്ന് എത്ര ദൈവമക്കൾക്ക് ബോധ്യമുണ്ട്? അന്യാഗ്നി എൻ്റെ മേൽ കത്തുന്നില്ലെന്ന് എത്ര ദൈവമക്കൾക്ക് ബോധ്യമുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുവല്ലോ എന്ന് ഇതേ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് സങ്കടം ബോധിപ്പിച്ചു. വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനൊരു പ്രസംഗത്തിൽ വേറൊരു പാസ്റ്റർ പറഞ്ഞത് ഞാൻ കേട്ടു. എൻ്റെ വാക്കുകളല്ല, ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷേ ആ പാസ്റ്ററുടെ ഒരു മെസ്സേജിൽ നിന്ന് എൻ്റെ ചെറിയൊരു അംശം എനിക്ക് കിട്ടി, ഞാനത് കേട്ടു. ആ പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പാസ്റ്ററും കൂടെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ വീട്ടിൽ മീറ്റിംഗ് നടക്കുന്നു, വേറെയും പാസ്റ്റർമാരുണ്ട്. അപ്പം ഈ മീറ്റിങ്ങിന് കൂട്ടിക്കൊണ്ടു പോയ പാസ്റ്ററിൻ്റെ സുഹൃത്ത് പാസ്റ്റർക്ക് വ്യാഖ്യാനപരമുണ്ട്. അപ്പോൾ ആ പാസ്റ്റർ പോയി അവിടെ ആരാധനയ്ക്കിരുന്നു. അവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ തന്നെ ഈ കൂടെ പോയ വ്യാഖ്യാനപരമുള്ള പാസ്റ്ററിന് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അവിടെ അങ്ങോട്ട് ഇരിക്കാൻ തോന്നാത്ത എന്തോ അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു. കുറച്ച് കഴിഞ്ഞ് ആരാധന തുടങ്ങി. ഭയങ്കരമായിട്ട് ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. എല്ലാവരും അന്യഭാഷയിൽ ആരാധിക്കുന്നു, കൈയടിച്ച് ആരാധിക്കുന്നു. ആ വീട്ടിലെ ഒരു വ്യക്തി, ഞാനതാണോ വേണമെന്നൊന്നും പറയുന്നില്ല, ആ വീട്ടിലെ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ആരാധിക്കുന്നു, കൈയടിച്ച് ആരാധിക്കുന്നു, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നു. ഈ പാസ്റ്ററിന് വ്യാഖ്യാനപരമുണ്ട്.
ഇവർ കൈയടിച്ച് പൊട്ടിത്തെറി പോലെ പറയുന്ന അന്യഭാഷ ഈ മനുഷ്യൻ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയതിന് ശേഷം, അതിൻ്റെ ട്രാൻസ്ലേഷൻ ആ മനുഷ്യന് മനസ്സിലായതിനു ശേഷം തൊട്ടടുത്തിരുന്ന പാസ്റ്റിനെ തട്ടിയിട്ട് ബാ നമുക്ക് ഇവിടുന്ന് പാന്ന് പറഞ്ഞു. അതെന്താ കാണിക്കുന്നത് ശരിയാണോ? ആരാധനയുടെ മധ്യത്തിൽ എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ ഇയാൾ വരുന്നില്ലേ, വേണ്ട ഞാൻ പോവുകയാണ്. അപ്പോൾ പാസ്റ്റർ പിണങ്ങി എഴുന്നേറ്റ്, ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാണല്ലോ, അങ്ങോട്ട് അത് തെറ്റാണല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹവും മനസ്സോടെ എഴുന്നേറ്റ് പുറത്ത് ചേൻ എന്ത് പണി ഈ കാണിച്ച് ആരാധനയുടെ മധ്യത്തിൽ നിന്നാണ് എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ പറഞ്ഞു, എടോ അവർ പറയുന്നത് മുഴുവൻ ചീത്തയാടോ, അവരുടെ കൊണ്ട് അന്യഭാഷയിൽ പറയുന്നത് മുഴുവൻ തെറി വാക്കുകളാണ് പറയുന്നത്. അവരുടെ മേലിരിക്കുന്ന ആത്മാവ് ശരിയല്ല. അവരാ മീറ്റിങ്ങിനകത്ത് കലക്കുന്ന വാക്കുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ മീറ്റിങ്ങിനകത്ത് വെളിപ്പെടേണ്ട സാന്നിധ്യത്തെ ബ്ലോക്ക് ചെയ്യുന്ന വാക്കുകളാണ് സംസാരിക്കുന്നത്. നമുക്കത് മനസ്സിലാകാത്തതുകൊണ്ട് ബാക്കി എല്ലാവരും കേട്ടിരുന്ന് കൈയടിക്കുന്നു, ആരാധിക്കുന്നു, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കൈയടിക്കുന്നു, ആരാധിക്കും. പക്ഷേ അതിൽ ഇവർ പറയുന്ന വാക്ക് ദൈവത്തിന് നിരക്കുന്ന വാക്കുകളോ അത് നിന്നോട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന വാക്കുകളോ അല്ല. അവർ മൊത്തവും സാത്താനീയമായ ഭാഷകൾ, സാത്താനീയമാകുന്ന കൾച്ചറാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആ സാന്നിധ്യത്തിനകത്ത് ഇരിക്കേണ്ട, നമുക്ക് അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മുടെ മേൽ കത്തുന്ന തീ അനുദിനം നമ്മൾ ശോധന ചെയ്യണം. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തിയാണോ ഞാനെന്ന് എനിക്ക് എന്നെ വിലയിരുത്താൻ പറ്റും. വേറെ ആരും നമ്മളെ സർട്ടിഫൈ ചെയ്യണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് നടക്കുന്ന വ്യക്തിയാണോ എന്ന് ഞാൻ എന്നെ പരിശോധിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദാവീദ് പോലെ ദൈവത്തോട് പറഞ്ഞത്, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദാവീദിനത് ദൈവത്തോട് പറയാൻ കഴിഞ്ഞത് വ്യസനത്തിനുള്ള മാർഗം എന്നിലില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നു എന്ന് അദ്ദേഹത്തിനും കൂടെ ഉറപ്പുള്ളത് കൊണ്ടാണ്. എന്നാൽ ദൈവവും കൂടെ എന്നെ ശോധന ചെയ്യണം. എൻ്റെ നടപ്പ് ദൈവം ശോധന ചെയ്യണം. എൻ്റെ കിടപ്പ് ദൈവം ശോധന ചെയ്യണം. എൻ്റെ ഇരിപ്പ് ദൈവം ശോധന ചെയ്യണം. എത്ര പേർക്ക് ധൈര്യമുണ്ട് ദൈവത്തോട് അങ്ങനെ പറയാൻ? എന്നെ അങ്ങ് ശോധന ചെയ്യ കർത്താവേ, എന്നെ അങ്ങ് ശോധന ചെയ്യ കർത്താവേ, എന്നിലൊന്നുമില്ല കർത്താവേ എന്ന് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? പൗലോസ് പറഞ്ഞു, സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പോൾ നമ്മളിൽ കത്തുന്നത് ദൈവത്തിൻ്റെ തീയാണെന്നും നമ്മളിൽ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ തലയാണെന്നും ആ തലയാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നതെന്നും ഉറപ്പ് വരുത്താൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാൻ പോവുകയാണ്, സമയം ഒത്തിരി കഴിഞ്ഞു. മൂന്നാമതൊരു മനുഷ്യൻ വീഴണമെന്നുണ്ടെങ്കിൽ റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം, ഹൗഷറാമായ 12 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളൊന്നും നമുക്ക് വായിക്കാം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിനു തുല്യമായി, കണ്ടോ, ആദാമിൻ്റെ ലംഘനത്തിനു തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെ അല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ, കണ്ടോ വാക്ക് കേട്ടോ, ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്കു വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും, കേട്ടായിരുന്നു ആ വാക്ക്, ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെ അല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ, അടുത്ത വാക്ക് കേൾക്ക്,
ഏകന്റെ അനുസരണത്താൽ. അതാരാണ് ആ ഏകന്റെ അനുസരണം? അത് യേശു ക്രിസ്തുവാണ്. ഏകന്റെ അനുസരണക്കേടിനാൽ, അതാരാണ് ഏകന്റെ അനുസരണക്കേട്? അത് ആദാമാണ്. നീതിമാന്മാരായിത്തീരും. കർത്താവിൻ്റെ അനുസരണത്താൽ വിശ്വസിക്കുന്ന നാം നീതിമാന്മാരായിത്തീരും. ശ്രദ്ധിക്കുക, ഒരു മനുഷ്യൻ വീണത് എങ്ങനെയാണ്? ഒരു മനുഷ്യനാകുന്ന ആദാം വീണത് അനുസരണക്കേടിനാലാണ്. ഒരു മനുഷ്യൻ വെറുതെ വീഴത്തില്ല, അനുസരണക്കേടുണ്ടെങ്കിൽ അവൻ വീഴും. അവൻ്റെ അനുസരണക്കേടിൽ വീണിട്ട് എഴുന്നേൽക്കാൻ പറ്റാത്തവനെ അതുപോലെ ഏകന്റെ അനുസരണത്താൽ നീതീകരിച്ചുവെങ്കിൽ, കർത്താവിൻ്റെ അനുസരണം കൊണ്ട് തന്നെ മരണത്തിന് വിധിച്ചു എങ്കിലും അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ, അതേ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ വീഴത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, പരീക്ഷിക്കപ്പെടത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, അവന് പോരാട്ടമില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ കൂടെ പറയാം, ശരിയായ ഒരു ദൈവശക്തിയിൽ നിൽക്കുന്നൊരു മനുഷ്യൻ എതിർത്ത് നിന്നാൽ തിരിഞ്ഞോടുന്ന വെറും ഭീരുവാണ് സാത്താൻ. യാക്കോബിന്റെ ലേഖനപ്രകാരം പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് യാക്കോബ് അവിടെ എഴുതണമെങ്കിൽ, പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, ശരിയായ ആത്മസാന്നിധ്യമുള്ള, തീയുള്ള, അഭിഷേകമുള്ള ഒരു മനുഷ്യൻ നിൽക്കേണ്ട പോലെ നിന്നാൽ തിരിഞ്ഞോടുന്ന വെറും ഭീരുവാണ് സാത്താൻ. നിങ്ങളുടെ ജീവിതത്തിൽ കപ്പൽ ഛേദം എന്ന് പറയുന്ന വലിയ വാക്കുകൾ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും, ശരിയാം വണ്ണം ഛേദിക്കപ്പെട്ട ഒരു കപ്പലിന്റെ തുമ്പിലെങ്കിലും ചവിട്ടി യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റമുള്ളവൻ ഉണ്ടെങ്കിൽ തിരിഞ്ഞോടാവുന്ന ഒരുത്തനാണ് സാത്താൻ. നിങ്ങളുടെ ജീവിതത്തെ ഇപ്പം മുക്കിക്കളയൂ എന്ന് വെല്ലുവിളിക്കുന്ന ശബ്ദങ്ങളോട് ശരിയായ ക്രിസ്തുവിന്റെ ആത്മാവിൽ ചങ്കൂറ്റത്തോടെ നിവർന്നു നിന്ന് യേശുവിന്റെ നാമത്തിൽ എന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടെങ്കിൽ തിരിഞ്ഞോടുന്നവൻ മാത്രമാണ് സാത്താൻ, ഒരു ഭീരുവാണ് സാത്താൻ. അതുകൊണ്ട് സുഹൃത്തെ, നീ ആത്മീയ ജീവിതത്തിൽ വീണുപോയെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ മടുത്തുപോയെങ്കിൽ, ആത്മീയ ജീവിതത്തിലെ ശക്തി നഷ്ടപ്പെട്ടു പോയെങ്കിൽ, വെറുതെ അത് നഷ്ടപ്പെടത്തില്ല. ഒരു മനുഷ്യന്റെ ശക്തിയും വെറുതെ നഷ്ടപ്പെടത്തില്ല, ഒരു മനുഷ്യന്റെ കൃപയും വെറുതെ നഷ്ടപ്പെടത്തില്ല, ഒരു മനുഷ്യന്റെ പ്രാർത്ഥനാ ജീവിതം വെറുതെ നഷ്ടപ്പെടത്തില്ല. എവിടെയൊക്കെയോ അനുസരണക്കേടുകളോ, എവിടെയൊക്കെയോ സാത്താന്റെ ചിന്തകൾക്ക് കീഴ്പ്പെടുന്ന മനോഭാവമോ, എവിടെയൊക്കെയോ ചില വിട്ടുവീഴ്ച മനോഭാവമോ നമ്മിൽ കടന്നുകൂടിയതാണ് നമ്മുടെ വീഴ്ചയ്ക്ക് കാരണം. ഒരുപക്ഷെ നമ്മുടെ 5 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു വർഷത്തിന് പറയാൻ നമ്മളെക്കുറിച്ച് ഒത്തിരി വലിയ സാക്ഷ്യങ്ങൾ കാണും. ആ വർഷത്തോട് ചോദിച്ചാൽ പറയും, അന്ന് നീ എന്തായിരുന്നു, എന്നാൽ ഇന്ന് നീ എന്താകുന്നു. 2-3 വർഷത്തിന് മുന്നേ ഉള്ള വർഷത്തിന് നമ്മളെക്കുറിച്ച് പറയാൻ ഭയങ്കര വലിയ സാക്ഷ്യം കാണും. എന്തൊരു ആരാധന, എന്തൊരു വിശ്വാസം, എന്തൊരു ദൈവസ്നേഹം. പക്ഷെ ഇന്നത്തെ വർഷത്തിന് നമ്മളെക്കുറിച്ച് പറയാൻ ഒരു മനുഷ്യൻ വെറുതെ വീഴത്തില്ല. നീ കീഴടങ്ങരുത്, സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങരുത്, അവന്റെ വാക്കുകൾക്ക് കീഴടങ്ങരുത്. സാത്താൻ മനുഷ്യന്റെ രൂപത്തിൽ വരും. സാത്താന് വെളിച്ച ദൂതന്റെ വേഷം എടുക്കാൻ പറ്റുമെങ്കിൽ അവൻ അയൽവാസിയായിട്ടും വരും, അവൻ സഹോദരനായിട്ടും വരും, അവൻ അപ്പോസ്തലനായിട്ടും വരും, അവൻ പലതായിട്ടും വരും. കാരണം കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ഈ വാക്കുകളെല്ലാം ഉണ്ട്. കള്ള അപ്പോസ്തലന്മാരുടെ വേഷധാരികളായി എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ പല രീതിയിലും വരും. അതിനെ ഒരു മനുഷ്യൻ വിവേചിക്കണം. ഏതാത്മാവിൽ വിവേചിക്കണം. യേശു കർത്താവ് വിവേചിച്ചു, സകലരെയും വിവേചിച്ചു, ശിഷ്യന്മാരെയും വിവേചിച്ചു, എല്ലാരെയും വിവേചിച്ചു. അതുകൊണ്ട് അനുസരണക്കേടിന്റെ ആത്മാവിൽ പോയില്ല. കർത്താവിന്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഒബീഡിയൻസ് ഉണ്ടായിരുന്നു, സെൽഫ് കൺട്രോൾ ഉണ്ടായിരുന്നു, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ആ നിലയിൽ തൻ്റെ ജീവിതത്തെ കർത്താവ് കാത്തു സൂക്ഷിച്ചതുകൊണ്ട് 33.5 വയസ്സുവരെ കർത്താവിന് ഈ ഭൂമിയിൽ വെച്ചിരുന്ന വേല തികച്ചു. ഇന്ന് പലർക്കും വെച്ചിരിക്കുന്ന വേല തികയ്ക്കാൻ പറ്റുന്നില്ല, ഏൽപ്പിച്ച കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. എവിടെയൊക്കെ ബ്ലോക്കായി പോകുന്നു, എവിടെയൊക്കെ ലോക്കായി പോകുന്നു, എവിടെയൊക്കെ മടുത്തു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു, തളർന്നു പോകുന്നു. തിരിച്ചു പിടിക്കുക. ഈ മാസം നീ തിരിച്ചു പിടിക്കുക, ഈ ദിവസം തിരിച്ചു പിടിക്കുക. ആ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അനുസരണത്തോടെ തിരിച്ചു പിടിക്കുക. ദൈവത്തോട് ചോദിച്ചാൽ അത് കർത്താവ് തരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കർത്താവിനോട് ചോദിച്ചാൽ തരും. ഹല്ലേലൂയ.
ആ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ബന്ധങ്ങളായിരിക്കാം, ദൈവസഭയുമായിട്ടുള്ളൊരു ബന്ധം, ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, ദൈവവചനവുമായിട്ടുള്ളൊരു ബന്ധം. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ എന്തിനാണ് ഇന്നത് ധ്യാനിച്ചതെന്ന് ചോദിച്ചാൽ, വെറുതെ ഒന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാത്താൻ വരത്തില്ല. എവിടെയൊക്കെയോ ലീഗൽ റൈറ്റ്സ് ഉണ്ട്. വെറുതെ ഒന്നും ഒരു മനുഷ്യൻ വീഴത്തില്ല. എവിടെയോ പരിവക്കേടുണ്ട്, എവിടെയോ പാകപ്പിഴയുണ്ട്, എവിടെയോ അശ്രദ്ധയുണ്ട്. വെറുതെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്റെ ജീവിതത്തിൽ ഭൂതം കയറുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനൊക്കത്തില്ല. ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്റെ ജീവിതത്തിനകത്ത് എവിടെയോ ഒരു ഗ്യാപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ വാഷിംഗ് മെഷീൻ ഇട്ടപ്പോൾ വാഷിംഗ് മെഷീൻ ഇടയിൽ കൂടെ വെള്ളം വരുന്നു. ആ ഡോർ അടച്ചിട്ടും അതിനിടയിൽ കൂടെ മെല്ലെ നൂർന്ന് വെള്ളം വരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അതുകൊണ്ട് വെച്ചപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആൾ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഇതിൻ്റെ അടിത്തട്ടിൽ എവിടെയെങ്കിലും നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ ഈ മെഷീൻ എടുത്ത് കളഞ്ഞേക്കണമെന്ന്. കാരണം അടിവശം നനയാനേ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഡോർ ഫ്രണ്ട് ലോഡാണ്. അപ്പോൾ അതിന് ഇടയിൽ കൂടെ വെള്ളം നൂലുപോലെ വരുന്നുള്ളൂ. പക്ഷേ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ മെഷീനൊട്ട് കഴിയുന്നില്ല, തുണിയെടുത്ത് വിരിക്കാനേ മേലാത്തൊരവസ്ഥയിൽ ഇത് വെള്ളം ചീറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുറന്നു അടച്ചു ഒന്നും പറ്റുന്നില്ല. അവസാനം ഞാൻ സർവീസിൽ വിളിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ അതൊരു കാര്യമുണ്ട്, അങ്ങനെ ഇങ്ങനെയൊന്നും ആ മെഷീന് ലീക്ക് വരത്തില്ല, ഒരു മുടി ഇരുന്നാൽ പോലും അതിനിടയിൽ നിന്ന് ലീക്ക് വരുമെന്ന്. നോർത്തു നോക്ക്, ഞാനിനി എങ്ങനെ പോയി കണ്ടുപിടിക്കും ഒരു മുടി ഇരുന്നാൽ വരുമെന്ന് പറഞ്ഞാൽ? ഞാൻ പറയടോ അതെങ്ങനെയാണോ ഇപ്പോൾ? ചേട്ടൻ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു നനഞ്ഞ തുണി എടുത്ത് നന്നായിട്ട് അതിൻ്റെ വാഷർ ഒന്ന് തുടയ്ക്കാൻ പറഞ്ഞു എന്നോട്. നന്നായിട്ട് ഞാൻ ആ വാഷർ അങ്ങോട്ട് തുടച്ച് സാധനം അടച്ചതും ലീക്ക് നിന്ന്. ഹല്ലേലൂയ. എടാ ഒരു മുടി ഇരുന്ന ലീക്കാവൂന്ന് ഞാൻ നോക്കിയപ്പോൾ അടച്ച് സിസ്റ്റം കാണിക്കുകയാണ്, ഡോർ ലോക്ക്ഡ്. നമ്മളും പറയാം, ഡോർ ലോക്ക്ഡ്, ഭൂതവും കയറത്തില്ല, ഭൂതത്തിന്റെ കാറ്റും കയറത്തില്ല എന്ന്. ഇവിടെ ഒരു മുടി ഇരുന്ന ലീക്കാവൂന്ന് ഇവിടെ പറയുക ഒരുത്തൻ. ഹല്ലേലൂയ. എവിടെ കിടക്കുന്നു നമ്മുടെ ചിന്ത അല്ലേ? സാധനം അങ്ങോട്ട്, എൻ്റെ കണ്ണിന് കാണാൻ പറ്റാത്ത സാധനം നനഞ്ഞ തുണിയിട്ട് അങ്ങോട്ട് തുടച്ചപ്പം മുടി എങ്ങോട്ടോ പോയി. മുടി ആയിരിക്കും, അല്ലാതെ പിന്നെ എന്തോ തന്നെ. മടലാണെങ്കിൽ എനിക്ക് കണ്ണി കാണാമായിരുന്നു. അപ്പൊ മുടിയാണ്. മുടി എൻ്റെ ഈ കണ്ണി കാണാൻ പറ്റിയില്ല. പക്ഷെ നനഞ്ഞ തുണി കൊണ്ട് ഞാൻ അതിനെ തുടച്ചപ്പോ മുടിയാണോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സാധനം പോയി. മോനെ, ഈ സാധനം ഇട്ട് അങ്ങോട്ട് തുടച്ചാൽ നമ്മുടെ കണ്ണി കാണാൻ പറ്റാത്ത, മനസ്സിൽ കാണാൻ പറ്റാത്ത, ചിന്തയിൽ കാണാൻ പറ്റാത്ത, സ്വപ്നത്തിൽ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും വൈപ്പ് ഔട്ടായി പോകും. ലീക്ക് നിൽക്കും, ചോർച്ച നിൽക്കുമെന്ന്, അഭിഷേകത്തിൻ്റെ ചോർച്ച നിൽക്കുമെന്ന്, പ്രാർത്ഥനയിലെ ചോർച്ച നിൽക്കുമെന്ന്, വിശ്വാസത്തിലെ ചോർച്ച നിൽക്കുമെന്ന്. ഹല്ലേലൂയ. അത്ര പവർഫുൾ ആണ്. കാരണം ഈ സാധനം കണ്ണാടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയോട് പറഞ്ഞു, ഇത് കണ്ണാടിയാണ്. ഇതിനകത്തേക്ക് നോക്കിയാൽ ഞാൻ എന്താണോ അതേ കാണും. ഇതങ്ങോട്ട് വായിച്ചാൽ ഞാൻ എന്താകണമോ അത് എന്നോട് ഇങ്ങോട്ട് പറയും. ഞാൻ എന്താണോ ഇങ്ങോട്ട് പറയും, ഞാൻ എന്താകണമോ അത് ഇങ്ങോട്ട് പറയും. അതെല്ലാം ഇത് പറയും. ഇത് കണ്ണാടിയാ. ഇതിട്ടൊരു മനുഷ്യനെ പണിയാൻ നിന്നാൽ അവൻ പണിതിരിക്കും. ഇതിട്ടൊരു മനുഷ്യനെ തുടയ്ക്കാൻ നിന്നാൽ അവൻ ശുദ്ധനായിരിക്കും. ഇതനുസരിച്ച് ഒരു മനുഷ്യൻ മുമ്പോട്ട് പോകാൻ നിന്നാൽ അവന്റെ വഴി തടയാനൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ആ ഡോറോടെ മാറ്റേണ്ടി വരും, ആ വാഷർ മാറ്റേണ്ടി വരും. ഒന്നും വേണ്ടടോ, ഒന്നും വേണ്ട. കർത്താവിനെ അനുവദിച്ചാൽ മാത്രം മതി. നമ്മൾ പറയുന്ന പോലെ അതെടുത്ത് മാറ്റിയാലേ ശരിയാവും, ഇതെടുത്ത് മാറ്റിയാലേ ശരിയാവും, അതങ്ങോട്ട് ദൂരെ എടുത്തെറിഞ്ഞാലേ ശരി. ഒന്നും വേണ്ട. തമ്പുരാന്റെ ഹിതപ്രകാരം അങ്ങോട്ട് ജീവിതം സമർപ്പിച്ചാൽ അത് മതി. ചോർച്ച അടയും, സാമ്പത്തിക ചോർച്ച അടയും, എല്ലാ നഷ്ടവും നികത്തപ്പെടും, എല്ലാ കുന്നും ഇടിയും, എല്ലാ ദുർഘടങ്ങളും നിരപ്പാകും, എല്ലാ ചെങ്കടലും പിളർക്കും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കും. അതിന് നമ്മൾ കർത്താവിൻ്റെ കൂടെ ഉള്ളൊരു അസോസിയേഷൻ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ മാസം തിരിച്ചു പിടിക്കണം, ഈ ദിവസം തിരിച്ചു പിടിക്കണം, ഈ സമയം തിരിച്ചു പിടിക്കണം. എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട്, ഹല്ലേലൂയ. അല്ലാതെ നമുക്ക് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമ്മൾ കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് ദൈവിക അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവിടെ നമ്മൾ ഒച്ച വെച്ചിട്ടോ ബഹളം വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ പിന്നിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവാണെന്ന്
നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ചില ക്രമീകരണങ്ങളുടെ ആവശ്യകതയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ തീരുന്നൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലരും സഭ കളയുന്നത്. നമ്മൾ പലരും ദൈവദാസന്മാരെ എടുത്ത് കളയുന്നത്. നമ്മൾ പലരും ദൈവദാസന്മാരെ കുറ്റം പറയുന്നത്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. എൻ്റെ ചിന്തക്കകത്ത് വരാത്തൊരു കാര്യമാണ്, ഒരു മുടി ഇരുന്നാൽ ഒരു വാഷിംഗ് മെഷീനിൽ കൂടെ അതിൻ്റെ ഡോറിൻ്റെ ഇടയിൽ കൂടെ ചോർച്ച വരുമെന്ന്. അപ്പോൾ ഒരു മുടിയെ സഹിക്കാൻ പറ്റാത്തൊരു ഡോറോ? ഹല്ലേലൂയ. മക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ ഭോഷ്കിന് സ്ഥാനമില്ല. പാലിൽ തൈരാകാൻ വേണ്ടി ഒരു ചെറുനാരങ്ങ മുഴുവനും പിഴിഞ്ഞൊഴിക്കണ്ട, ഒരു ഡ്രോപ്പ് മതി, ഒരു ഡ്രോപ്പ്. പിന്നെ അതിനെ ആരും പാലെന്ന് വിളിക്കാറില്ല, പിന്നെ അതിനെ ആരും ചായക്ക് ഉപയോഗിക്കാറില്ല. ഇതുപോലെ നമ്മുടെ കാര്യവും. ദൈവത്തിന് നമ്മളെ യൂസ് ചെയ്യണമെങ്കിൽ ദൈവവചനം എന്ന മായമില്ലാത്ത പാലിൽ ജീവിക്കുന്നവരായിരിക്കണം. ദൈവവചനം എന്ന മായമില്ലാത്ത പാലിൽ, അതിനകത്ത് മായത്തിന് സ്ഥാനമില്ല. ഓ ഹല്ലേലൂയ. ഒന്ന് സമർപ്പിച്ച് പറഞ്ഞേ, അപ്പാ എനിക്ക് തിരിച്ചു വേണം, ആ സ്നേഹം തിരിച്ചു വേണം, അങ്ങുമായിട്ടുള്ള ബന്ധം തിരിച്ചു വേണം, അങ്ങുമായിട്ടുള്ള ആ ഒരു അസോസിയേഷൻ എനിക്ക് തിരിച്ചു വേണം, ആ ശക്തി എനിക്ക് തിരിച്ചു വേണം, ആ കൃപ എനിക്ക് തിരിച്ചു വേണം, ആ ബലം എനിക്ക് തിരിച്ചു വേണം, ആ അഭിഷേകം എനിക്ക് തിരിച്ചു വേണം, ആ അധികാരം എനിക്ക് തിരിച്ചു വേണം. പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അത് പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ എനിക്കത് തിരിച്ചു വേണം കർത്താവേ. ആ അധികാരം എനിക്ക് തിരിച്ചു വേണം, ആ അഭിഷേകം എനിക്ക് തിരിച്ചു വേണം, ആ വിശ്വാസം എനിക്ക് തിരിച്ചു വേണം യേശുവിൻ്റെ നാമത്തിൽ. സാത്താൻ എൻ്റെ ലൈഫിൽ നിന്ന് ചോർത്തിക്കൊണ്ടുപോയത്, സാത്താൻ എൻ്റെ ലൈഫിൽ നിന്ന് പിന്തുടർന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയത്, എന്നെ പിന്തുടർന്ന് എന്നിൽ നിന്ന് കവർന്നെടുത്തത് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അതിനെ വിശ്വാസത്താൽ പിടിച്ചെടുക്കുകയാണ്. Come on. ഒന്ന് പ്രാർത്ഥിച്ചേ. എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ബന്ധങ്ങൾ, എന്റെ ജീവിതത്തിൽ നിന്ന് തട്ടിയെടുത്ത കൃപകൾ, എന്റെ ജീവിതത്തിൽ നിന്ന് തട്ടിയെടുത്ത സമയങ്ങൾ, എന്റെ ജീവിതത്തിൽ നിന്ന് തട്ടിയെടുത്ത ഓപ്പർച്യൂണിറ്റീസ്, എന്റെ ജീവിതത്തിൽ നിന്ന് തട്ടിയെടുത്ത എന്റെ അഭിഷേകം യേശുവിന്റെ നാമത്തിൽ ആ ദുഷ്ടാത്മാവിനെ പിടിച്ചു ബന്ധിച്ച് ഞാൻ അവനിൽ നിന്ന് അതിനെ തിരിച്ചു പിടിക്കുന്നു. ഇപ്പോൾ തന്നെ അത് ഞാൻ തിരിച്ചെടുക്കുകയാണ്. എന്നിൽ നിന്ന് കവർന്നെടുത്തതിനെ ഞാൻ തിരിച്ചു പിടിക്കുകയാണ്. എന്റെ നന്മകളെ തിരിച്ചു പിടിക്കുകയാണ്. എന്റെ അഭിഷേകത്തെ തിരിച്ചെടുക്കുകയാണ്. എന്റെ ശുശ്രൂഷയെ ഞാൻ തിരിച്ചെടുക്കുകയാണ്. എന്റെ ബന്ധങ്ങളെ ഞാൻ തിരിച്ചെടുക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. അത് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? അത് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? അത് സ്വീകരിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹല്ലേലൂയ. എന്റെ അവകാശങ്ങളെ തട്ടിയെടുത്തത് ഞാൻ തിരിച്ചെടുക്കുകയാണ്. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നഷ്ടപ്പെട്ടത് മുഴുവനും യേശുവിന്റെ നാമത്തിൽ, ഞങ്ങളുടെ ലൈഫിൽ ദൈവം തന്നത്, ദൈവം അനുവദിച്ചത്, അത് മുഴുവനും യേശുവിന്റെ നാമത്തെ ദുഷ്ടപിശാചിനെ ഇനി കവരാൻ അനുവാദമില്ല. ഈ സെക്കൻഡിൽ ഞങ്ങൾ അതിനെ ബന്ധിക്കുകയാണ്. ദുഷ്ടാത്മാവിനെ, അവന്റെ സകല വാക്കുകളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയുന്നു. അവന്റെ സകല തന്ത്രങ്ങളെയും ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഞങ്ങളുടെ നന്മകൾ ഞങ്ങളിലേക്ക് വരട്ടെ, ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലേക്ക് വരട്ടെ, ഞങ്ങളുടെ ഉയർച്ച ഞങ്ങളിലേക്ക് വരട്ടെ, ഞങ്ങളുടെ അഭിവൃദ്ധി ഞങ്ങളിലേക്ക് വരട്ടെ. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം അത് യേശുവിന്റെ നാമത്തിൽ നിറവേറട്ടെ. കർത്താവേ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഇതിന് സൗഖ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിടുതലുകൾക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒരു മുന്നേറ്റത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഞാൻ ദൈവ കൈകളിൽ ഏൽപ്പിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ലൈഫിൽ വലിയ മറുപടികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ദിവസവും രാവിലെ 6:30 മണിക്ക് മോർണിംഗ് മെസ്സേജ് യൂട്യൂബിലുണ്ട്. വൈകുന്നേരം 6:30 മണിക്ക് ഈവനിങ് സർവീസ് യൂട്യൂബിലും സൂമിലുമായിട്ട് നടക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ദിവസവും ദൈവവചനം കേൾക്കാനും പഠിക്കാനും വളരാനും കഴിയുന്നൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങളിത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും
നിങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. കർത്താവ് നിങ്ങൾക്ക് ചെയ്ത വലിയ 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 കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മീറ്റിങ്ങിൻ്റെ അപ്ഡേറ്റ്സ്, ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഇവിടുന്ന് അയച്ചു കിട്ടും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മറ്റുള്ളവരെ കൂടെ ഈ കൂട്ടായ്മയെക്കുറിച്ച് പ്രിയപ്പെട്ട ദൈവമക്കൾ അറിയിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ദൈവം നിങ്ങളെല്ലാം നന്മകളാലും നിറച്ചു മാനിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതൊരു അത്യുന്നതനായ കർത്താവിൻ്റെ ചെറുകടിയിൽ നമ്മളെല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ. ആമേൻ.